ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പിൽ ആദ്യ മണിക്കൂറുകളിൽ എങ്ങനെയുണ്ട് പോളിംഗ് എന്ന് നോക്കാം. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ്. രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവർ ജനവിധി തേടുന്ന ഘട്ടമാണിത്. ഉത്തർപ്രദേശിൽ ഒരാൾ 8 തവണ വോട്ട് ചെയ്തെന്ന പരാതിയിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തു. ബൂത്തിൽ റീപോളിംഗ് നടത്താനും നിർദ്ദേശമുണ്ട്. നോബൽ മാരിക്കാരൻ ചേരും തെരഞ്ഞെടുപ്പ് വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, 5ാം ഘട്ടമാണ്, വാശി കൂടി വരുന്നു. ആ വാശിക്ക് ഒരാൾ പോയി 8 തവണ വോട്ട് ചെയ്തെന്നും കേട്ടല്ലോ. ഇതടക്കം എന്തൊക്കെയാണ് ആദ്യ ഘട്ടത്തിൽ 5ാം ഘട്ടത്തിൽ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, 5ാം ഘട്ട വോട്ടെടുപ്പ് 7 മണിക്ക് ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ കാലാവസ്ഥ അനുകൂലമായിരുന്നതും പോളിംഗ് ശതമാനം ഉയർത്താൻ കാരണമായി എന്ന് പറയുന്നു. നിലവിൽ 11 മണിയുടെ കണക്ക് ലഭിക്കുമ്പോൾ 23.66% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും അധികം പോളിംഗ് ഇത്തവണയും പശ്ചിമ ബംഗാളിൽ തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 32.70 പശ്ചിമ ബംഗാളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഏറ്റവും അധികം വാശിയേറിയ മത്സരം, അതോടൊപ്പം തന്നെ രണ്ടാമത് 13 മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിൽ വിധി എഴുതുന്നത്. അത്തരത്തിൽ മത്സരം നടക്കുന്ന മഹാരാഷ്ട്രയിൽ പോളിംഗ് ശതമാനം അത്രയ്ക്കങ്ങ് ഉയരുന്നില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15.93 മഹാരാഷ്ട്രയിലെ പോളിംഗ് ശതമാനം. ബീഹാറിലാണെങ്കിൽ 21.11, ജമ്മു കാശ്മീർ 21.37, ജാർഖണ്ഡിൽ 26.8, അങ്ങനെ പോകുന്നു കണക്കുകൾ. എന്താണെങ്കിലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിച്ച മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും റായ്ബറേലിയും ഒപ്പം അമേഠിയുമാണ്. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലവും അത് തന്നെയാണ്. അവിടെയൊക്കെ വാശിയേറിയ പോരാട്ടം നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ റായ്ബറേലിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം രാവിലെ തന്നെ എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പരമാവധി ആളുകൾ എല്ലാവരും തന്നെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഈ പോളിംഗ് ശതമാനത്തിൽ വലിയ ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ട് എന്ന് വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഓരോ സ്ഥാനാർത്ഥികളും, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ആവശ്യപ്പെട്ടത് എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തണം എന്നുള്ളതാണ്. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി ഇപ്പോൾ കാലാവസ്ഥയാണ്. പല സംസ്ഥാനങ്ങളും റെഡ് അലേർട്ട് ഉണ്ട്. ഉഷ്ണതരംഗം ശക്തമാണ്. അതിശക്തമായ ചൂട് രേഖപ്പെടുത്തുന്നു. പലയിടത്തും 44, 47 ഡിഗ്രി വരെ ചൂട് എത്തുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ പോളിംഗ് ശതമാനത്തെ ബാധിക്കും എന്ന കൃത്യമായ വിലയിരുത്തൽ പാർട്ടികൾക്കുണ്ട്. ആ അടിസ്ഥാനത്തിൽ എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തണം എന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ നേതാക്കൾ അടക്കമുള്ളവർ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ 4ാം ഘട്ടത്തിൽ പലയിടത്തും വലിയ അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഈ 5ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുകൂടി ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ 8 വോട്ട് ചെയ്ത സംഭവമാണ് ഈ സംഭവത്തിൽ. അത് 4ാം ഘട്ടത്തിലായിരുന്നു. അത്തരത്തിൽ ഒരു BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരാൾ തന്നെ 8 തവണ വോട്ട് ചെയ്ത് രഞ്ജിത് സിംഗ് എന്ന് പറഞ്ഞ ആളാണ് അത്തരത്തിൽ വോട്ട് ചെയ്ത്. ആ ബൂത്തിലെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണെങ്കിലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ റീപോളിംഗ് നടത്താനുള്ള തീരുമാനം എടുത്തു. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ മുഴുവൻ ബൂത്തുകളിലും, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ ബൂത്തുകളിലും കൃത്യമായി ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് മാത്രമേ വോട്ട് ചെയ്യിക്കാവൂ എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ കേസെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും മറ്റു കാര്യങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഘട്ടത്തിലേക്ക് പോകുമ്പോഴും വാശിയേറുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങൾക്ക് വലിയ തരത്തിലുള്ള പ്രചാരണമൊക്കെയാണ് നടന്നത്. പക്ഷേ ആ പ്രചാരണത്തിലേക്ക് അത്രയധികം വോട്ട് ശതമാനത്തിലേക്ക് എത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണെങ്കിലും പോളിംഗ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പലയിടത്തും രാവിലെയൊക്കെ വലിയ ക്യൂ കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ സമയം ഉച്ചയോടെ എത്തുമ്പോഴത്തേക്കും ക്യൂ വളരെ കുറഞ്ഞിരിക്കുന്നു. ആളുകളുടെ എണ്ണത്തിലൊക്കെ വളരെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈയിലാണെങ്കിൽ സിനിമാ താരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വോട്ട് ചെയ്യാനെത്തുന്ന കാഴ്ചയൊക്കെ അവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാലും വരും മണിക്കൂറിൽ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം ഉയരും എന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും നേതാക്കളും ഒക്കെ ഉള്ളത്. സുജയ.